തെർമൽ എഞ്ചിനീയറിംഗ് ലാബിൻ്റെ ഏറ്റവും അവസാനത്തെ സെറ്റിലുള്ള എക്സ്പെരിമെൻ്റാണ്. എക്സ്പെരിമെൻ്റ് നമ്പർ എത്ര എനിക്കറിയില്ല. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്പെസിഫിക്കേഷൻ, നമ്മുടെ കേസിൽ ഒബ്സർവേഷൻ, എങ്ങനെ രണ്ടായാലും കുഴപ്പമില്ല. സ്പെസിഫിക്കേഷൻ എഴുതുക. ലെങ്ത് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ 1500 mm, 1.5 മീറ്റർ നീളമുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ഇന്നർ ഡയമീറ്റർ ഓഫ് ഔട്ടർ ട്യൂബ് 28.5 mm, ഔട്ടർ ഡയമീറ്റർ ഓഫ് ഔട്ടർ പൈപ്പ് 32.5 mm, ഇന്നർ ഡയമീറ്റർ ഓഫ് ഇന്നർ ട്യൂബ് 9.5 mm, ഔട്ടർ ഡയമീറ്റർ ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഔട്ടർ ഡയമീറ്റർ ഓഫ് ഇന്നർ ട്യൂബ് D0 = 12.5 mm ഇൻറ്റു 10⁻³ മീറ്റർ. ഇവിടെ തന്നെ വെച്ച് മാറ്റുക, ഇവിടെ തന്നെ മീറ്ററിലേക്ക് മാറ്റുക. ഇത് പലതരം ഹീറ്റ് എക്സ്ചേഞ്ചറുകളുണ്ട്. അതിനകത്തിലെ ട്യൂബ് ഇൻ ട്യൂബ്, ഒരു ട്യൂബിനകത്തൂടെ വേറൊരു ട്യൂബ്, അങ്ങനെ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ 2 മെത്തേഡുകളിലൊന്നാണ് പാരലൽ ഫ്ലോയും, രണ്ടാമത്തേത് കൗണ്ടർ ഫ്ലോയും. അതിലെ ഫ്ലോ മാത്രമാണ് അതിൽ വ്യത്യാസം വരുന്നത്. ട്യൂബ് ഇൻ ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയും. ട്യൂബിനകത്ത് വേറൊരു ട്യൂബ്, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഡയമീറ്റർ ഓഫ് ഔട്ടർ ട്യൂബ്, അതായത് ഒരു വലിയൊരു ട്യൂബുണ്ട്, അതിനകത്തൂടെ ചെറിയൊരു ട്യൂബിൽ കടന്നത്. ഇവിടെ ചിലപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ആയിരിക്കാം, ഇവിടെ ചിലപ്പോൾ കോൾഡ് ഫ്ലൂയിഡ് ആയിരിക്കാം, ഡിപ്പെൻഡ് അപ്പോൾ എങ്ങനെയാണ് ഡിസൈൻ ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇന്നർ ഡയമീറ്റർ ഓഫ് ഔട്ടർ ട്യൂബ്, ഇതിന് വെളിവശമാണ്. ഔട്ടർ ട്യൂബിൻ്റെ ഔട്ട്സൈഡാണിത്, ഇൻസൈഡാണ്. അപ്പം ഒരു തിക്നെസ് ആണല്ലോ, ആ തിക്നെസ് ഇല്ലാത്ത ഡയമീറ്റർ, ഇവിടെ മുതൽ ഇവിടെ വരെ തിക്നെസ് കൂട്ടാതുള്ള ഡയമീറ്ററാണ് ഈ പറഞ്ഞത്. ഇന്നർ ഡയമീറ്റർ ഓഫ് ഔട്ടർ ട്യൂബ്, സെൻറ്റർ മുതൽ അകവശം, ഔട്ടർ ട്യൂബിൻ്റെ അകവശത്തെ ഡിസ്റ്റൻസ്, അതാണ് 28.5. ഔട്ടർ ഡയമീറ്റർ ഓഫ് ഔട്ടർ ട്യൂബ്, സെൻറ്റർ മുതൽ ഈ ഏതാണ് ഔട്ടർ ട്യൂബിൻ്റെ ഇന്നർ ഡയമീറ്റർ പ്ലസ് തിക്നെസ് കൂടെ കൂട്ടിയാണ് ഔട്ടർ ഡയമീറ്റർ, അതായത് ഇവിടെ മുതൽ ഈ വെളിവശം വരെയുള്ള ഡയമീറ്റർ. ഇന്നർ ഡയമീറ്റർ ഓഫ് ഇന്നർ ട്യൂബ്, ഈ ട്യൂബിൻ്റെ സെൻറ്ററിൽ നിന്നും ഇതിനകത്തേക്കുള്ള ഡിസ്റ്റൻസ്. ഇതിങ്ങനെ വരച്ചാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നെറ്റിനകത്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ഇത് മാത്രം. അപ്പോൾ ഇത് എഴുതേണ്ടതെന്ന് ചോദിക്കും, ഇത് എഴുതണം. ഇത് സ്പെസിഫിക്കേഷനാണ്, സ്പെസിഫിക്കേഷൻ മസ്റ്റാണ്, അത് എഴുതി വെക്കുക, ഇത് എഴുതണം. നമുക്ക് ആ കാൽക്കുലേഷനിൽ ആവശ്യമുള്ളത് ഇത്. ഔട്ടർ ഡയമീറ്റർ ഓഫ് ഇന്നർ ട്യൂബ്, നമുക്ക് ഈ ട്യൂബിൻ്റെ ഇന്നർ ഡയമീറ്റർ പ്ലസ് തിക്നെസ്, ഇന്നർ ഡയമീറ്റർ പ്ലസ് തിക്നെസ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഡയമീറ്റർ വേണ്ടത്, മനസ്സിലായോ? അപ്പം ഇന്നർ ഡയമീറ്റർ പ്ലസ് തിക്നെസ്, ഇന്നർ ഡയമീറ്റർ പ്ലസ് തിക്നെസ്, അതാണ് ഈ ഔട്ടർ ഡയമീറ്റർ ഓഫ് ഇന്നർ ട്യൂബ് D0 = 12.5. അവിടെ തന്നെ വെച്ച് മാറ്റുക, ഇൻറ്റു 10⁻³ മീറ്റേഴ്സ്. ശേഷം ടാബുലർ കോളത്തിലേക്ക് വരികയാണെങ്കിൽ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ വരുന്നു, കയറിപ്പോകുന്നു, തണുത്ത വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, കുറച്ച് ഹീറ്റ് തണുത്ത വെള്ളം കൊണ്ടുപോകുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞ് ആ ഹോട്ട്നെസ് അല്ലാതെ ടെമ്പറേച്ചർ കുറഞ്ഞ ഹോട്ട് വാട്ടർ പുറത്തേക്ക് വരുന്നു. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ. ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യുകയും ചെയ്യാം, വീഡിയോ ഉണ്ടാക്കാം. നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുകയും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിപ്പോൾ നിങ്ങളിത് കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഈ വാല്യൂ കിട്ടിയാൽ മുന്നോട്ടെങ്ങനെ, ഇപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത പറഞ്ഞാൽ ഈ വാല്യൂ ഉണ്ട്, ബാക്കി മുന്നോട്ടെങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് പോകണം. വാല്യൂ എങ്ങനെ കിട്ടി എന്നുള്ളത് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. ഈ വാല്യൂ കിട്ടുന്നു, അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. കൂടുതൽ നമ്മളതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക വേണ്ട. വാല്യൂ കിട്ടി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ത്. ഫസ്റ്റ് ടാബർ കോളം ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ THI, ടെമ്പറേച്ചർ ഹോട്ട് വാട്ടർ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ. അപ്പം THI ടെമ്പറേച്ചർ ഹോട്ട് വാട്ടർ I ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ, T ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് വാട്ടർ, അപ്പോൾ കയറി വരുന്ന കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ. T ടെമ്പറേച്ചർ C കോൾഡ് വാട്ടറിൻ്റെയാണ്, I ഇന്നാണ്. ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ
ഓഫ് കോൾഡ് വാട്ടർ, അതായത് ഹീറ്റ് സ്വീകരിച്ച് വെളിയിൽ വരുന്ന കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ അതങ്ങനെ ഒരു ടെമ്പറേച്ചർ TC കോൾഡ് വാട്ടർ ഔട്ട്. പിന്നെ ടൈം ടേക്കൺ ഫോർ കളക്ടിങ് ഓഫ് 1 ലിറ്റർ ഓഫ് ഹോട്ട് വാട്ടർ, അതായത് നമ്മളൊരു ഒരു ഒരു ജാറ് കാണും, അതിനകത്തിൽ 1 ലിറ്ററിൻ്റെ ജാറ്, ആ ജാറിനകത്തിലേക്ക് 1 ലിറ്റർ വെള്ളം അല്ലെ 1 ലിറ്റർ ഫ്ലൂയിഡ് വന്നറിയാൻ വേണ്ട സമയം, ഏത് ഹോട്ട് വാട്ടർ അല്ല ഹോട്ട് ഫ്ലൂയിഡ് വന്നറിയാൻ വേണ്ട സമയം. ഇത് ഫസ്റ്റ് ബാച്ചുകാർ ഇത് മാത്രം എഴുതുക. ഫസ്റ്റ് ബാച്ചുകാർക്ക് ഈ വാല്യൂ, സെക്കൻഡ് ബാച്ചുകാർക്ക് ഈ വാല്യൂ. ഇത് പാരലൽ ഫ്ലോ ആണേ, പാരലൽ ഫ്ലോ ആണ്. ഫസ്റ്റ് ബാച്ചുകാർക്ക് ഇത്, സെക്കൻഡ് ബാച്ചുകാർക്ക് ഇത്. മനസ്സിലായല്ലോ? ഇത് കണ്ട് കാൽക്കുലേഷൻ ചെയ്ത് പോവുക. ശേഷം ഇതിനൊരു ഫ്ലോ ഫിഗറുണ്ട്, അത് മാനിനകത്തുണ്ട് ഓൾറെഡി, നിങ്ങളത് വരച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലൊരു ഗ്രാഫും ഉണ്ട്. ഈ ഗ്രാഫ് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആ ഒരു ഫ്ലോ ഫിഗറും ഈ ഗ്രാഫും ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അതായത് ഇത് ഒഴിവാക്കരുത്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്, ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ലാസ്റ്റിലത്തേത് ടൈം ടേക്കൺ ഫോർ കളക്ടിങ് ഓഫ് 1 ലിറ്റർ ഓഫ് കോൾഡ് വാട്ടർ, അതായത് 1 ലിറ്റർ ജാറിനകത്ത് കോൾഡ് വാട്ടർ, അതായത് ടെമ്പറേച്ചർ സ്വീകരിച്ച് വരുന്ന കോൾഡ് വാട്ടർ ഉണ്ടല്ലോ, അത് നിറയാൻ വേണ്ട സമയം എത്ര, അത് സെക്കൻഡ്സിലാണ്, ബാക്കിയെല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി നോക്കി ഈ ഗ്രാഫ്, ഇത് കേസ് നോക്കുവാണെങ്കിൽ 45 THI ആണ്. അപ്പോൾ THI 45 ആയിരിക്കും. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാഫ് ഒന്ന് പ്രത്യേകം കാണിച്ചു തരാം. പാരലൽ ഫ്ലോ കൗണ്ടർ ഫ്ലോയുടെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്നാണ്. നമ്മൾ ഈ ഒരു കേസിൽ നമുക്ക് 45, 43, 34, 35, 17, 19 ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം. എപ്പോഴും ടെമ്പറേച്ചർ Y ആക്സിസിൽ, X ആക്സിൽ എന്താണ്, ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ടോട്ടൽ ലെങ്ത്. ഇത് വീണ്ടും Y ആക്സിസ് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ. അപ്പം ഇവിടെ ടെമ്പറേച്ചറാണ്, ഇവിടെയും ടെമ്പറേച്ചറാണ്, ഇത് ലെങ്താണ്. ഇനി ഹോട്ട് വാട്ടർ സ്റ്റാർട്ടിങ് ഇവിടെ എപ്പോഴും ഹോട്ട് വാട്ടറിൻ്റെ കോമൺ സെൻസ് വെച്ച് ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഹോട്ട് വാട്ടർ ഒരു ട്യൂബിനകത്തൂടെ വരുന്നു, അതിന് ഓപ്പോസിറ്റ് അല്ലെ അതിന് പാരലായിട്ട് വേറൊരു കോൾഡ് വാട്ടർ ഒഴുകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കോമൺ സെൻസാണ്, ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കർവ് പോലെ ആയിരിക്കണേ, കുറയും. നോക്കി, ഇത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ ഇൻലെറ്റ് കയറി വന്നു, ഇവിടെ നമ്മൾ കയറി വന്നു. ഡയറക്ഷൻ കാണിക്കുക, ഇതാണ് ഡയറക്ഷൻ, ഇത് കാണിക്കുക. അപ്പം ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ കോമൺ സെൻസ് പ്രകാരം അത് ഏറ്റവും ഉയർന്ന വാല്യൂ ആയിരിക്കും. അത് ഇൻലെറ്റ് സ്റ്റാർട്ടിങ് ലൈന് ഏറ്റവും കൂടിയ വാല്യൂ ആയിരിക്കും. അത് ഒരു ഇത്ര ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് പാസ് ചെയ്യുമ്പോഴത്തേക്കിന് വേറൊരു കോൾഡ് ഫ്ലൂയിഡ് ഓപ്പോസിറ്റോ അല്ലെ പാരലലോ ഒഴുകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പം ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ് HO അല്ലേ, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. ഇനിയും കോൾഡ് ഫ്ലൂയിഡ് ഒഴുകുന്നത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മുടെ കേസിൽ പാരലാകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒഴുകുന്നത് അല്ലേ. പാരലാകുമ്പോൾ ഇത് ആദ്യം കഴിയും, പിന്നെ നോക്കിയാൽ മതി. ഇത് ആദ്യം വരച്ച് കഴിയുക, പിന്നെ നോക്കുക പാരലൽ ഫ്ലോ ആണ് കൗണ്ടർ ഫ്ലോ. നമ്മുടെ കേസിൽ ഇപ്പം ഇത് പാരലൽ ഫ്ലോ ആണ്, പാരലൽ ഫ്ലോ ആയതുകൊണ്ട് തന്നെ ഇതിന് ഈ ആരോഗ്യം ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇത്രയും വരച്ചതിന് ശേഷം പിന്നെ നോക്കുക പാരലൽ ഫ്ലോ ആണോ കൗണ്ടർ ഫ്ലോ ആണോ നോക്കുക. നമ്മുടെ കേസിൽ ഇത് പാരലൽ ഫ്ലോ ആണ്. പാരലൽ ഫ്ലോ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഫ്ലോയ്ക്ക് പാരലലായിരിക്കും. അപ്പോൾ ഹോട്ട് വാട്ടറിൻ്റെ എൻട്രി എവിടെയാണോ അവിടെ നിന്ന് തന്നെ ആയിരിക്കും കോൾഡ് വാട്ടറിൻ്റെ എൻട്രി. അപ്പോൾ കോൾഡ് വാട്ടറിൻ്റെ എൻട്രി ഇവിടെ ആയിരിക്കും അല്ലേ. ഇതൊരു ഗ്രാഫാണെങ്കിൽ നമ്മൾ 10, 20, 30, 40, 50, 60, 70 പറഞ്ഞു. അപ്പം കോൾഡ് വാട്ടറിൻ്റെ എൻട്രി ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ അത് സെയിം സൈഡിലായിരിക്കും എൻട്രി, കാരണം പാരലൽ ഫ്ലോ ആണ്. പാരലൽ ഫ്ലോ ആയതുകൊണ്ട് തന്നെ എവിടെയാണോ ഇത് പൈപ്പ് വെള്ളം ഇതിൽ കയറി വരുന്നു, ഇത് ഹോട്ട് വാട്ടർ ഒഴുകി പോകുന്നു അല്ലേ, ഇത് കോൾഡ് വാട്ടർ. അപ്പോൾ പാരലായിരിക്കും. അപ്പോൾ എവിടെയാണോ സ്റ്റാർട്ടിങ് ഹോട്ട് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും കോൾഡ് വാട്ടറിൻ്റെ. അപ്പം ഹോട്ട് വാട്ടർ ഇന്ന് ഇവിടെ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് വാട്ടർ ഇന്ന് ഇത് മനസ്സിലാക്കിയ പെട്ടെന്നായിരിക്കും. അപ്പോൾ കോൾഡ് വാട്ടർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത്രയും ലെങ്ത് ഡിസ്റ്റൻസ് പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുമോ?
സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടും അല്ലേ. അപ്പം ഇതിനേക്കാളും മുകളിലായിരിക്കും, ഈ ഒരു ലൈനേക്കാളും മുകളിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ വരും പാരലൽ അല്ലേ. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 35 ആയിരിക്കും. 30 എന്നുള്ളത് 25 ആകത്തില്ല, താഴോട്ട് പോകത്തില്ലല്ലോ. ഈ കോൾഡ് വാട്ടറിൻ്റെ പ്രസൻസ് കാരണം ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറയും. പക്ഷേ ഇവിടുത്തെ കേസിൽ കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ സൈഡ് ഇൻലെറ്റ് സൈഡ് ഈ സൈഡിൽ തന്നെ വന്നത് എന്തുകൊണ്ടാണെന്ന്, ഹോട്ട് വാട്ടറിൻ്റെ എൻട്രി എവിടെയാണോ അതുപോലെ തന്നെ ആയിരിക്കും കോൾഡ് വാട്ടറിൻ്റെ എൻട്രി. അപ്പം ഇൻലെറ്റ് രണ്ടിൻ്റെ ഒരുപോലെ ഒരേ സ്ഥലത്താണ്. അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ടി സി ഒ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റ്. ഇതൊരു T∆1 ആണ്, T∆2. നമ്മൾ LMTD തിയറിക്കകത്ത് പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി കാണും. പാരലൽ ഫ്ലോ കൗണ്ടർ ഫ്ലോയ്ക്കകത്ത് നമ്മൾ LMTD പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചല്ലോ. ഇനി നമ്മുടെ കേസ് നോക്കിയേ, 45, 43, 34, 35 വേണ്ട. ടെമ്പറേച്ചർ ഓഫ് ഇൻലെറ്റ് ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 45. ഇത് ഗ്രാഫിൽ നിങ്ങൾ വൃത്തിയായിട്ട് 10, 20, 30, 40, 50, 60, 70 ലെങ്ത് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഈ സൈഡിലും സെയിം എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ 5, 10, 15, 20. ഇവിടെ നമുക്ക് ടോട്ടൽ ലെങ്ത് പറഞ്ഞാൽ 1500. വേണമെങ്കിൽ ഇവിടെ 1500 എന്ന് വേണമെങ്കിൽ അങ്ങ് എഴുതാം. 1500 ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് 1500 എന്ന് എഴുതാം. ഇവിടെ 45ൻ്റെ കേസിൽ 45ൻ്റെ ലൈനാകുമ്പോൾ 45ൻ്റെ വരയ്ക്കുക, അല്ലെങ്കിൽ 5, 10 വരയ്ക്കുക. അതാകുമ്പോൾ ഇച്ചിരി കുഴപ്പമുണ്ട്. 5, 10, 15, 25, ഇപ്പം 25, 30, 35, 40, 45, 50, 55, 60, 65 അങ്ങനെ അങ്ങ് പോവാം. ശേഷം 45. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തുവാ? THI എന്ന് പറയുന്നത് 45 അതിന് ടെമ്പറേച്ചർ റിലീസായപ്പം THOയിൽ വരുമ്പോൾ ടെമ്പറേച്ചർ 43. ഇതും ഗ്രാഫിലാണ് വരയ്ക്കേണ്ടത്, ഞാനങ്ങ് പറയുവാണേ. അതുപോലെ തന്നെ ഇൻലെറ്റ് വാട്ടർ 34 അപ്പോൾ ഇത് ഇവിടെ വന്നപ്പം 35 ടെമ്പറേച്ചർ കൂടി. പിന്നെ ബാക്കിയുള്ളത് 17, 19 സെക്കൻഡ്സാണ്, നമ്മളെ ബാധിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഗ്രാഫിൻ്റെ ധാരണ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇനിയും എക്സാമിനാണെങ്കിലും ഒറ്റ വാല്യൂ എടുത്ത് എഴുതാൻ. നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ ആദ്യം കാണുന്ന വാല്യൂ ഫസ്റ്റ് ബാച്ചുകാർക്ക്, രണ്ടാമത്തെ വാല്യൂ സെക്കൻഡ് ബാച്ചുകാർക്ക്. ഇത് മതി, നമ്മൾ ഒരുപാട് അങ്ങ് ലോഡ് പിടിക്കേണ്ട, അല്ല കുറേ ടൈം അതിന് വേണ്ടി പോയി. ഇപ്പം ഒബ്സർവേഷനും ഗ്രാഫും ടാബ്ലർക്കുള്ള ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. ക്ലാസ്സിൽ ലിമിറ്റേഷൻ വീഡിയോയ്ക്കകത്തില്ല, വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഇനി അടുത്തത് LMTD, ലോഗ് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരലൽ ഫ്ലോയുടെ കേസ് നോക്കി, പാരലൽ ഫ്ലോ THO മൈനസ് TCO മൈനസ് THI മൈനസ് TCI ഡിവൈഡ് ബൈ LN ലോഗ്. നമ്മുടെ കാൽക്കുലേറ്റർ LN എന്നുണ്ട്, അല്ലെങ്കിൽ ലോഗ് എന്നുണ്ട്. THO മൈനസ് TCO ഡിവൈഡ് ബൈ THI മൈനസ് TCI. പഠിക്കാൻ മെനക്കേടാണല്ലേ. ഇന്ന് ഇങ്ങോട്ട് നോക്കിയോ. ആദ്യം എന്താണ് നോക്കേണ്ടത്? ടെമ്പറേച്ചർ THO മൈനസ് TCO കാണുന്നുണ്ടോ? പാരലൽ ഫ്ലോ ആണ്. THO മൈനസ് TCO. രണ്ടിത് ഈ സൈഡ് എക്സിറ്റ് സൈഡ് മൈനസ് എൻട്രി സൈഡ് അല്ല, അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. THO മൈനസ് TCO അല്ലേ, THO TCO. അതായത് ഹോട്ട് മൈനസ് കോൾഡ്. കാരണം എന്തുകൊണ്ട് ഹോട്ട് ആദ്യം എഴുതിയേ? ഹോട്ട് ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ, കോൾഡ് ടെമ്പറേച്ചർ കുറയും. ഇതിപ്പോൾ 43, ഇവിടെ 35, അപ്പം 43 മൈനസ് 35. ഇതിവിടെ എക്സിറ്റ് സൈഡ്, പാരലൽ ഫ്ലോ ആയതുകൊണ്ട് എക്സിറ്റ് സൈഡ്. THO മൈനസ് TCO. ആദ്യം ഈ സൈഡ് എക്സിറ്റ് സൈഡ് നോക്കുക. ശേഷം മൈനസ് THI മൈനസ് TCI. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. THI മൈനസ് TCI ആണല്ലോ. അപ്പോൾ രണ്ടാമത് എൻട്രി സൈഡ് നോക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ, കാണാതെ പഠിക്കാൻ ഇനി പാട് വരത്തില്ലല്ലോ. ഇനി എന്താണ് താഴത്തെ LN? ലോഗ്. ഈ എഴുതിയിരിക്കുന്നത് ഡിവൈഡ് ചെയ്യും, ഈ മൈനസ് ഡിവൈഡ് ചെയ്യും, അത്രേ ഉള്ളൂ. THO മൈനസ് TCO ഡിവൈഡ് ബൈ THI മൈനസ് TCI. അപ്പോൾ എന്തോ LN എഴുതുക, ഈ സെയിം സാധനത്തിൽ ഡിവൈഡ് ചെയ്ത് എഴുതുക. ഈ മൈനസ് മാറ്റി ഡിവിഷൻ ചെയ്താണ് ഈ താഴെ കാണുന്നത്.
ഈ മൈനസ് എന്നുള്ളത് മാറ്റി ഡിവൈഡഡ് ബൈ എന്നുള്ളതാണ് ഈ താഴെ കാണുന്നത്. നോക്കി, ഇതാണ് ഇതാണ് ഇത്. ഈ ഗ്രാഫ് മനസ്സിലായാൽ ഇത് സിമ്പിളായിട്ട് എഴുതാം. അപ്പം LMTD, ലോഗ് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, LMTD എന്നുള്ളത് ഈ കിട്ടുന്ന ആൻസർ ഡിഗ്രി സെൽഷ്യസ് എഴുതുക. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് എഴുതിയിരിക്കുന്നത്. THI, THO, TCI, TC എൻ്റെ വാല്യൂ. അപ്പോൾ നമ്മുടെ കേസിൽ 45, 43, 34, 35 ഇത്രേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് തോന്നും, സിമ്പിളാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ടു ഫൈൻഡ് ഓവറോൾ ഹീറ്റ് കോഎഫിഷ്യൻറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഭീകരമായിട്ട് തോന്നും. ഒന്നുമില്ല കേട്ടോ, ഇതൊക്കെ ചുമ്മാതെ വാല്യൂ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഒന്നുമില്ല. 1, 2, 3, 4, 5 ഇത്രയും സംഭവം അതെന്താണെന്നാണ് ബാക്കി എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഉണ്ട്. ഫസ്റ്റ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ വേണം. അതെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് ഈ കണ്ടുപിടിക്കുക. ആദ്യം നമുക്ക് വേണ്ടത് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹോട്ട് വാട്ടർ. അതായത് കോൾഡ് വാട്ടർ വരുന്നു, ഹീറ്റ് വാട്ടർ വരുന്നു. അപ്പം ഹോട്ട് വാട്ടറിൽ നിന്നും കോൾഡ് വാട്ടറിലേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടല്ലോ, അതാണ്. അപ്പം Q ആണ് റെപ്രസെൻറ്റേഷൻ. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ സ്മോൾ Q ആണ്. H എന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ ഫിസിക്കൽ ടു CP എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറാണ്. 4.187 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. നമ്മൾ സ്പെസിഫിക് ഹീറ്റ്, സ്റ്റീമിന് അതെല്ലാം സ്പെസിഫിക് ഹീറ്റ് പഠിക്കുന്നതാണ്. 1 കിലോഗ്രാം വെള്ളം 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടാൻ 4.187 കിലോ ജൂൾ ഊർജ്ജം വേണം, എനർജി വേണം. ഈ ഒരു കേസിൽ നമ്മളിതിനെ 4.187 ഇൻറ്റു 10⁻³ വെറും 3 കിലോയിലെ കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 10⁻³ ചെയ്യും. കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി അത് വെച്ച് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ നോക്കിയേ, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹോട്ട് വാട്ടറിൽ നിന്ന് എത്ര ഹീറ്റ് വെളിയിൽ പോയി. QH എന്തിനാ? ഹീറ്റിനെ അറിയിക്കാൻ വേണ്ടി. അല്ല നമ്മൾ രണ്ട് സൈഡിലേക്ക് Q എന്ന് എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോൾ. ഈ H നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടറിൻ്റെ ആണ്. MH മാസ് ഓഫ് ഹോട്ട് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സെക്കൻഡ് ലാസ്റ്റും കോളത്തിനകത്ത് ഇതിലേതൊരു കോളം, അതിൽ 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോഗ്രാം ഹോട്ട് വാട്ടറിന് ഇത്ര സമയം വേണമെന്ന് നമ്മൾ എഴുതില്ലായിരുന്നു, 19 സെക്കൻഡ്. അപ്പം 1/19 അതാണ് ഈ മാസ്, കിലോഗ്രാം പെർ സെക്കൻഡ്. അതല്ല എഴുതിയിരിക്കുന്നത്. വേർ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഹോട്ട് വാട്ടർ, ഈ M ആണ് ഉദ്ദേശിച്ചത്, MH, കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് കിട്ടിയത് 1 ലിറ്റർ വെള്ളം എടുക്കാൻ എത്ര സമയം വേണം. അപ്പം നമ്മുടെ കേസിൽ ഇപ്പം 19 ആണെന്നെങ്കിൽ 1/19. പിന്നെ അടുത്തത് നോക്കിക്കോട്ടെ, ആദ്യത്തേത് 17, ഹോട്ട് വാട്ടറിൻ്റെ 17. അപ്പം 1/17. അപ്പം M എത്രയാണ്? 1/17. CP എന്തോ? ഇതാണ് CP, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് ഈ CP വന്നിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പം അത് 4187 ആണ്. ഇൻറ്റു 10⁻³ ചെയ്ത് ജൂൾസിലേക്ക് മാറ്റി. പിന്നെ THI മൈനസ് THO, ഇതെന്താണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കയറി വന്ന ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ മൈനസ് എക്സിറ്റായ ടെമ്പറേച്ചർ. നമ്മുടെ കേസിൽ ഇപ്പോഴത്തെ ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിൻ്റെ കേസിൽ പറഞ്ഞ 45 ആയിരുന്നു എൻട്രി, മൈനസ് 43 എക്സിറ്റ്. അതെ, 45 മൈനസ് 43, അത്രേ ഉള്ളൂ. എത്ര ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിച്ചിരിക്കുന്നു. ഇത് നമ്മൾ തെർമലിനകത്ത് പഠിച്ചതാണ്, തെർമൽ തിയറിക്കകത്ത് പഠിച്ചതാണ്. മറന്നു വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, വിഷയമില്ല. THI THO ഇനിയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം കോൾഡ് ഫ്ലൂയിഡ്. ഹോട്ട് വാട്ടറിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡ് കുറച്ച് ടെമ്പറേച്ചർ സ്വീകരിച്ചു കാണുമല്ലോ, അതെത്രയാണ്? സ്മോൾ Q, C എന്താ? കോൾഡ് ആയതുകൊണ്ടാണ്. M പറയേണ്ട ആവശ്യമില്ലല്ലോ, മാസ് ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ. അപ്പം MC ഇവിടുത്തെ കേസിൽ 1/19. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്.
ഹോട്ട് വാട്ടർ 17. അപ്പം ഇത് കോൾഡ് വാട്ടർ. ഓക്കെ, ഇത് കറക്റ്റ്. ഹോട്ട് വാട്ടറിൻ്റെ ഇതും കോൾഡ് വാട്ടറിൻ്റെ ഇതും. പിന്നെ CP 4187 അല്ലെങ്കിൽ 4.187 × 10⁻³ ജൂൾ പെർ കിലോഗ്രാം. കിലോ വേണ്ട. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം കോൾഡ് വാട്ടർ QC = mCp TCI - TCO. അതിൽ M എന്താണ്? മുളത്തെ പോലെ ഒരു മാറ്റവുമില്ല. വ്യത്യാസം എന്താണ്? ഇവിടെ ഹോട്ട് വാട്ടറാണ്, ഇവിടെ കോൾഡ് വാട്ടറാണ്, അത്രയുള്ള വ്യത്യാസം. അപ്പം മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് വാട്ടർ എന്തിനാണ്? 1/19 1/19 kg/cm. സ്പെസിഫിക് ഹീറ്റ് 4187 അല്ലെങ്കിൽ 4.187 × 10⁻³ 10⁻³ അല്ല 10⁻³ നമ്മൾ പറയത്തില്ല അത്. പിന്നെ കോൾഡ് വാട്ടറിലെ ടെമ്പറേച്ചർ TCI അതെത്ര? 34 ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. ഫസ്റ്റ് ബാച്ചിൻ്റെ കേസിലായി പറയുന്നത് കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റ് അത് 35. അപ്പം 34 35. ഇത് രണ്ടും കൂടെ ആൻസർ കിട്ടുമല്ലോ. ഇവിടെ ഒരു ആൻസർ W എന്നുള്ള ആൻസർ. W എന്ന് വെച്ചാൽ വാട്ട്സ് ആണ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. ഈ രണ്ടെണ്ണം കിട്ടും. അതായത് 1ൻ്റെയും 2ൻ്റെയും ആൻസർ, അതിൻ്റെ ആവറേജ് എടുക്കുക. മൂന്നാമത്തേത് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ Q = QH എവിടെ നിന്ന് കിട്ടി? 1 ഫസ്റ്റിലത്തേൻ്റെ ആൻസർ പ്ലസ് QC രണ്ടാമത്തേൻ്റെ ആൻസർ /2 ഇതിൻ്റെ ആവറേജ് ആൻസർ കിട്ടും. അപ്പോൾ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇതാണ്. ഇത് ഈ രീതിക്ക് ഇതെന്താണെന്നുള്ളതാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹോട്ട് വാട്ടർ, ഹീറ്റ് ഫ്രം കോൾഡ് വാട്ടർ. 1ഉം 2ഉം ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. QH എന്ത്? QC എന്ത്? QC. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാല്യൂ. ശേഷം നാലാമത്തേത് ഔട്ടർ സർഫസ് ഏരിയ ഓഫ് ഇന്നർ പൈപ്പ് AO. ഔട്ടർ സർഫസ് ഏരിയ ഓഫ് ഇന്നർ പൈപ്പ് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ എക്സാമ്പിൾ കാണിച്ച്. അപ്പോൾ πD ഔട്ട് DO അതായത് D ഔട്ട് × L. ജസ്റ്റ് ഇതൊരു വട്ടം മാത്രമാണ്, ഒരു പൈപ്പല്ലേ. അപ്പോൾ പൈപ്പിൻ്റെ നീളം എത്ര ഉണ്ടോ? ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് കാണണ്ടേ. അപ്പോൾ ഒരു വട്ടം മാത്രമല്ല, ഇത് മാത്രമല്ല, ഈ ഒരു ലെങ്ത് ഫുള്ള്, അതായത് ഇതൊരു സർക്കുലർ ഏരിയ പ്ലസ് ഈ ത്രൂ ഔട്ട് ലെങ്ത്. നമ്മുടെ കേസിൽ 1500 എല്ലാം 1500, അതിനെ 1.5 മീറ്റർ. അപ്പം π × D എത്രയാണ്? ഇന്ന ഡയമീറ്റർ ഓഫ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? 12 സംതിങ് ആയിരുന്നു × 1.5. ഇതെന്താണ്? ലെങ്ത്. ഈ L 1.5 ആണ്, മീറ്റേഴ്സിലാണ്. ഇത് നോക്കി, അതാണ് എഴുതിയത്. ഔട്ടർ ഡയമീറ്റർ ഓഫ് ഇന്നർ പൈപ്പ് DO. ഒബ്സർവേഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ലെങ്ത് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ നോക്കി, മീറ്റേഴ്സ്. ഇവിടെ രണ്ടും മീറ്റേഴ്സിലാണ്. ഈ കിട്ടുന്ന ആൻസർ എവിടെ എഴുതണം? ഇവിടെ ഒരു ആൻസർ കിട്ടും, രണ്ടാമത്തെ ആൻസർ. ഇത് രണ്ടെണ്ണം കിട്ടി. ശേഷം ലാസ്റ്റ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ബേസ്ഡ് ഓൺ ഔട്ട്സൈഡ് സർഫസ് ഓഫ് ദ ഇന്നർ പൈപ്പ് U0. അപ്പം ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് ബേസ്ഡ് ഓൺ ഔട്ട്സൈഡ് സർഫസ് ഏരിയ ഓഫ് ഇന്നർ പൈപ്പ്. അകത്തെ പൈപ്പിൻ്റെ ഔട്ട്സൈഡ് ഏരിയ വെച്ച് കണ്ടുപിടിക്കുന്നു. U0 ആണ് നൊട്ടേഷൻ. അതായത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് U0 = Q. ഈ Q എവിടെ നിന്ന് കിട്ടി? ഇതാണ് Q. ടോട്ടൽ മൂന്നാമത്തേത് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ. മൂന്നാമത്തെയാണിത്. AO അല്ലെങ്കിൽ A0 അല്ലെങ്കിൽ A ഔട്ട് ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. A ഔട്ട് LMTD ആദ്യം കണ്ടുപിടിച്ചു. ഈ കിട്ടുന്ന ആൻസറാണ്. ഇതാണ് U0 ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ U0 ആയിട്ട് എഴുതുക. ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ളത് ടു ഫൈൻഡ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എഫിഷ്യൻസി എത്ര % ആണ്, അങ്ങനെ നമ്മൾ പറയുന്നത്. അതിൻ്റെ എഫിഷ്യൻസിയാണ് നമ്മൾ പറയുന്നത്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആകെ വേണ്ടത് എത്രയാണ്? 3 ഫോർമുല. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് വാട്ടർ CH = MHCpH. ഇവിടെ എങ്ങനെ ഓർക്കുന്നുണ്ടോ? ഈ മോളത്തെ സംഭവം തന്നെ പക്ഷേ TH - TO അല്ലെങ്കിൽ TCO ആയി അതൊന്നുമില്ല. അപ്പോൾ ഹോട്ട് വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി, എത്ര ഹീറ്റ് സ്വീകരിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, ഒരു സെക്കൻഡിൽ എത്ര
ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ സി എച്ച് നോക്കുവാണ്, സി എച്ച് ഈസ് ഈക്വൽ ടു എം എച്ച് ഇൻറ്റു സി പി എച്ച്. നോക്കി, അപ്പോൾ ഇത് രണ്ടും എന്തൊക്കെയാണെന്ന് ഈ പറഞ്ഞത്. വേർ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഹോട്ട് വാട്ടർ എം എച്ച് എത്രയാണെന്ന് അറിയാമല്ലോ, 1/17 ആണല്ലോ. ഹോട്ട് വാട്ടറിന് 1/, ഇനി പറഞ്ഞത് മാറിപ്പോയെന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, ടവർക്കുളം നോക്കിക്കോണം. പിന്നെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് വാട്ടർ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് വാട്ടർ എവിടെ ഉണ്ട്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് വാട്ടർ ഉണ്ടല്ലോ, സി പി ഉണ്ടല്ലോ. ഏതാണ്? 4, നമുക്കിവിടെ വേണ്ടത് എത്ര? 4.187 ഇൻറ്റു 10 to the power 3 -3 ഇല്ല, 3 മാത്രം. ഇതിൻ്റെ ആൻസർ ഒരു വാട്ട് പെർ സെക്കൻഡ് കിട്ടും. ഇതും ഇതിലൂടെ മൾട്ടിപ്ലൈ കിട്ടുന്ന ആൻസറാണ് ഇത്, അല്ലേ? 1/17 കിലോഗ്രാം പെർ സെക്കൻഡ്. അതായത് എന്താണ്? ഫ്ലോ റേറ്റ് ഓഫ് ഹോട്ട് വാട്ടർ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് വാട്ടർ 4.187 ഇൻറ്റു 10 to the power 3. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തൊരു ആൻസർ കിട്ടും ഇവിടെ. ശേഷം അതേപോലെ തന്നെ കോൾഡ് വാട്ടറിൻ്റെ കേസിൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് വാട്ടർ CC ഈസ് ഈക്വൽ ടു MC ഇൻറ്റു CPC. അതെന്താ? സെയിം മോളിൽ പറഞ്ഞോളൂ തന്നെ, ഇത് തന്നെ സംഭവം. ഇതില്ല ബാക്കി 1/19 4.187 ഇൻറ്റു 10 to the power -3. ഈ കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതാം, വാട്ട് പെർ സെക്കൻഡ്. ഇവിടെ വാട്ട് പെർ സെക്കൻഡ്. അതായത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് വാട്ടറും ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് വാട്ടറും കിട്ടി. ഇത് കാണാതെ പഠിച്ചാൽ പിന്നെ ഇതില്ലാത്തതാണ്. ഇത് കാണാതെ പഠിച്ചു വിചാരിക്കും, ഇതില്ല. അതാണ് കോൾഡ് വാട്ടർ. ഇത് കാണാതെ പഠിച്ചു, പക്ഷേ ഇതങ്ങ് ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്ന ഈ രണ്ട് സംഭവങ്ങൾ. വലിയ മെനക്കെട്ട പണിയൊന്നുമല്ല. ഇനി ശേഷം ഇതിൽ രണ്ടിൽ ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിക്കണം. ഇതിന് രണ്ടിൽ ഏതാണ് ചെറുത്, സ്മോൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഒന്നിൽ ഇതായിരിക്കാം, അല്ലെ ഇതായിരിക്കാം. ഏതാണ് സ്മോൾ എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. അതിനിപ്പോൾ ഈ കേസിൽ ഇതാണ് എന്ന് വിചാരിക്കുക, സ്മോൾ. അതായത് ഏറ്റവും ചെറിയ വാല്യൂ ഇതാണോ വിചാരിക്കുക. അപ്പോൾ ഇതിനെ സി മിനിമം എന്നങ്ങ് എഴുതുക. ഈ രണ്ടെണ്ണത്തിൽ കിട്ടിയതിൽ ഏതാണോ ചെറിയ വാല്യൂ അതിൽ C min എന്ന് എഴുതുക. ഇനി നോക്കി എഫക്റ്റീവ്നെസ്സിൻ്റെ ഫോർമുല നോക്കാം. എഫക്റ്റീവ്നെസ്സിൻ്റെ ഫോർമുല CH, എഫക്റ്റീവ്നെസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു CH. എവിടെയെല്ലാം ഉണ്ടോ? CH CH. ഈ കിട്ടിയ ആൻസർ CH ഇൻറ്റു THI മൈനസ് THO. ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇതെവിടെ ഉണ്ട്? THI എന്തോ? ഹോട്ട് വാട്ടർ ഇന്ന്, ഹോട്ട് വാട്ടർ ഔട്ട്. ഇവിടുത്തെ കേസിൽ 45 മൈനസ് 43 ഡിവൈഡ് ബൈ C min എവിടെ നിന്ന് കിട്ടി? min ഇത് രണ്ടിലും ഏതാണോ ചെറുത് അതാണ് C min ഇൻറ്റു THI മൈനസ് TCI. THI ആണ്, THI മൈനസ് TCI. ഇവിടെ THO ആയിരുന്നു, ഇവിടെ CA ഒന്ന് മാത്രം മാറി TCI ആയി. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്ര ഉള്ളൂ സംഭവം. പിന്നെ ഈ CH ഇതൊക്കെ എന്താണെന്ന് എഴുതിയിരിക്കുന്നതുള്ളൂ. CH ഇവിടുന്ന് കിട്ടി. ഇനി min എന്താണ്? ഇത് CHും CCയും തമ്മിൽ ഏതാണോ ചെറുത് ആ ചെറുതിനെ min എഴുതുക. ഇതാണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കാൽക്കുലേഷൻ. വളരെ സിമ്പിളാണ്.